മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ചേറെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുക. അപ്പം അത് റിസൾട്ട്സ് ആയിട്ടാണ് പഠിക്കുക. അതിൽ ചിലതിനൊക്കെ പ്രൂഫുണ്ട്, ബാക്കി പ്രൂഫ് ആവശ്യമില്ല. അപ്പം അതിൽ ഒന്നാമത്തേതാണ് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ മ്യൂ ആൻഡ് സിഗ്മ. ഓക്കെ, മ്യൂവും സിഗ്മയും അതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. മ്യൂ എന്ന് പറയുന്നത് മീൻ വെക്ടർ, സിഗ്മ എന്ന് പറയുന്നത് ഡിസ്പെർഷൻ മെട്രിക്സ്. അപ്പം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്കറിയാം അല്ലേ, മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ PDF എഴുതുവാണെങ്കിൽ നമുക്കറിയാം അതിൽ ഇൻവേർഷൻ തിയറി ഉപയോഗിച്ചിട്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പഠിക്കും. ഇൻവേർഷൻ തിയറി ഉപയോഗിച്ച് നമ്മൾ PDF കണ്ടുപിടിക്കും. അതിൽ മ്യൂവും സിഗ്മയും മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് പറയാം മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മ്യൂവും സിഗ്മയാണ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അടുത്തൊരു റിസൾട്ട് നോക്കാം. ഓക്കെ, അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് തന്നെയാണ്. ഇഫ് എക്സ് ഫോളോസ് NP മ്യൂ സിഗ്മ. എക്സ് ഒരു P വേരിയേറ്റ് വെക്ടർ ആണ് ആൻഡ് ഇറ്റ് ഫോളോസ് എ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ T ഡാഷ് എക്സ് ഫോളോസ് N1 വിത്ത്, അതായത് യൂണിവേരിയേറ്റ് നോർമലിനാണ് N1 എന്ന് നൊട്ടേറ്റ് ചെയ്തിരിക്കുക, വിത്ത് മീൻ T ഡാഷ് മ്യൂ. അത് മീൻ വെക്ടർ ആണോ? അല്ല, അത് സിംഗിൾ വാല്യൂ ആണ്. T ഡാഷ് മ്യൂ ആൻഡ് വേരിയൻസ് T ഡാഷ് സിഗ്മ T. അപ്പം ഇതിൻ്റെ പ്രൂഫ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് മൾട്ടിവേരിയേറ്റ് ആണെങ്കിൽ T ഡാഷ് എക്സിൻ്റെ എക്സ്പെക്ടേഷനും വേരിയൻസും കണ്ടുപിടിക്കുക. അത് നമ്മൾ ചെയ്തതാണ് അല്ലേ, നമുക്കറിയാം. ഓക്കെ, അപ്പം നമ്മൾ ഇതെന്താണ്, ഒരു നോർമലിൻ്റെ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പം അവിടെ ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആയിരുന്നു അല്ലേ. ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പം ഇതിൽ നിന്നും നമുക്ക് വേറൊരു റിസൾട്ടും കൂടെ പറയാം. നമ്മളിത് ഡെഫിനിഷൻ ഉപയോഗിച്ച് പഠിച്ചതാണ്. എന്താണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്? ദിസ് വെക്ടർ എക്സ് ഈസ് എ മൾട്ടിവേരിയേറ്റ് നോർമൽ ഓൺലി വെൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് every linear combination of the vector is a univariate normal. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേറൊരു റിസൾട്ട് നമുക്ക് പറയാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ സഫിഷ്യൻറ്റ് പാർട്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ റിസൾട്ടിനെ ഇങ്ങനെ പറയാം. ഇഫ് there exists a vector mu and a matrix sigma such that for every vector T dash u follows univariate normal with the values T dash mu and T dash sigma T, then the vector u follows multivariate normal distribution with the mean vector mu and the dispersion matrix sigma. So ഇതാണ് അടുത്ത റിസൾട്ട്. അതായത് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ്റെ സഫിഷ്യൻ്റ് പാർട്ടാണ് ഇത് വരിക. അപ്പം ഇങ്ങനെ ഒരു റിസൾട്ടും കൂടെ നമുക്കുണ്ട്. അപ്പം ഈ റിസൾട്ടിൽ നമ്മൾ യു എന്ന് പറയുന്ന ആ വെക്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ യു എന്ന് പറയുന്ന വെക്ടറിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? P വേരിയബിൾസ് ഉണ്ട് അല്ലേ. P വേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് there are P വേരിയബിൾസ് U1, U2, etc. UP. അപ്പോൾ അടുത്ത റിസൾട്ട് ഈ വേരിയബിൾസിനെ സംബന്ധിച്ചുള്ളതാണ്. ഇഫ് സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ, then the components UIs, അതായത് U1, U2, etc. UP are independent and they follow univariate normal distribution. ഓക്കെ, സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സിനെയാണ് ഉദ്ദേശിക്കുക. ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ, ബാക്കിയെല്ലാം സീറോസ്. അതാണൊരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ്. അപ്പം സിഗ്മ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആവുകയാണെങ്കിൽ, എന്താ സിഗ്മ എപ്പോഴാണ് ഡയഗണൽ മെട്രിക്സ് ആവുന്നത്? വേരിയൻസസ് മാത്രം പോസിറ്റീവ്, കൊവേരിയൻസ് ടേംസ് എല്ലാം സീറോ ആകുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? UIs എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ എല്ലാ UIസും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം U എന്ന് പറയുന്നത് ഒരു മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ വേരിയബിൾസും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം തന്നെ, എല്ലാ മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഓരോ കമ്പോണൻസ് എടുത്താൽ അത് നോർമൽ ആയിരിക്കും, അതിൻ്റെ സബ് വെക്ടേഴ്സ് എടുത്താൽ അതും നോർമൽ ആയിരിക്കും. അപ്പം സിഗ്മ എന്ന് പറയുന്ന ഡിസ്പെർഷൻ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ എന്തും കൂടെ ഉണ്ടാവും? ഈ UIs എല്ലാം, അതായത് എല്ലാ കമ്പോണൻസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ വേറൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? കൊവേരിയൻസസ് സീറോ ആണെങ്കിൽ
ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച ഒരേ ഒരു റിസൾട്ട് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കോറിലേഷൻ 0 ആണെന്ന് പറയാം, അല്ലെങ്കിൽ കൊവേരിയൻസ് 0 എന്ന് പറയാം. പക്ഷെ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല. അതായത് കൊവേരിയൻസ് 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മൾട്ടിവേരിയേറ്റ് നോർമലിന് മാത്രം ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം ഡിസ്പെർഷൻ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ ഡിസ്പെർഷൻ മെട്രിക്സിലെ വേരിയൻസ് ടേംസ് എല്ലാം പോസിറ്റീവ് ആണ്, കൊവേരിയൻസ് ടേംസ് 0 ആണ്. അപ്പോൾ കൊവേരിയൻസ് 0 ആകുമ്പം വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നുള്ള റിസൾട്ടാണ് നമ്മൾ ഇവിടെ കാണുക. സോ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് നോക്കുവാണ്. ഇപ്പം നമ്മൾ സിഗ്മ എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ്, അപ്പോൾ എന്തോരും കൊവേരിയൻസ് ടേംസ് 0 ഈ ഒരു ഫോമിൽ വരും. അപ്പം നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്നൊന്ന് നോക്കാം. അപ്പം 5x ഓഫ് ടി ഡാഷ്. ഓക്കെ, അപ്പോൾ 5x ഓഫ് ടി ഡാഷ് കാണുമ്പോൾ എന്താണ് ഇ റേസ് ടു ഐ മ്യൂ ഡാഷ് ടി, പിന്നെ എന്താണ് മൈനസ് 1/2 ടി ഡാഷ് സിഗ്മ ടി. അപ്പോൾ ടി ഡാഷ് സിഗ്മ ടിയുടെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടത്. എന്താണ് T1 സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ടി പി സ്ക്വയർ സിഗ്മ പി സ്ക്വയർ. ശരിയാണല്ലോ. ടി ഡാഷ് എന്ന് പറയുന്ന വെക്ടർ, സിഗ്മ എന്ന് പറയുന്ന മെട്രിക്സ്, ടി എന്ന് പറയുന്ന കോളം വെക്ടർ, അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ എന്താ വരിക? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ദി വെക്ടർ എക്സ് അറ്റ് ദ വെക്ടർ ടി. ഓക്കെ, എന്താ വരുന്നത്? ഇ റേസ് ടു ഐ ടി ഡാഷ് മ്യൂ മൈനസ് 1/2 ടി ഡാഷ് സിഗ്മ ടി. അപ്പം ടി ഡാഷ് മ്യൂവും ടി ഡാഷ് സിഗ്മ ടിയുടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം എക്സ്പോണൻറ്റ് റേസ് ടു സം വാല്യൂ. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ കുറേ പ്രൊഡക്ട്സ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? രണ്ടും ഈക്വൽ ആണ്. അപ്പം സെക്കൻഡിലും തേർഡിലും ഉള്ളത് ഈക്വലാണ് വരിക. ശരിയാണല്ലോ. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ x1 അറ്റ് t1. ഓക്കെ, അപ്പോൾ അടുത്ത വരിക ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് x2 അറ്റ് t2. ലാസ്റ്റ് എന്താ വരിക? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ xp അറ്റ് tp. ദാറ്റ് ഈസ് 5x ഓഫ് t ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ദി വേരിയബിൾസ്. ഓക്കെ, അപ്പം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ദിസ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദി വേരിയബിൾസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു റാൻഡം വെക്റ്റർ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ് മാർജിനൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കതിനെ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് പറയാം നോർമൽ ഡിസ്ട്രിബ്യൂഷന് മാത്രം ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഇംപ്ലൈൻസ് കൊവേരിയൻസ് ഈക്വൽ ടു 0. അത് എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഉള്ളതാണ്. അപ്പം അതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന് മാത്രമാണ്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസിൻ്റെ കേസിൽ ഒരു സം x1 x2 എക്സെട്ര xp എന്ന് പറയുന്ന സം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. x1 x2 എക്സെട്ര xp ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ സം 5x1 ഓഫ് ടി ഇൻറ്റു 5x2 ഓഫ് ടി ഇൻറ്റു എക്സെട്ര 5xp ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതി എന്ന് വെച്ചിട്ട് x1 x2 എക്സെട്ര xp ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഇതും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എക്സൈസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എ സം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് ഓഫ് ദി റാൻഡം വേരിയബിൾസ്. പക്ഷേ ഇങ്ങനെ എഴുതാമെന്ന് വെച്ച് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ഇല്ല. ഓക്കെ, ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ മൾട്ടിവേരിയേറ്റ് നോർമലിന് കാണുന്ന ഒരു ഡെഫിനേഷനാണ്. എ p-dimensional random vector u is said to follow multivariate normal distribution with the mean vector sigma and dispersion matrix
mean vector mu and dispersion matrix sigma if u can be expressed in the form u equal to mu plus bg, where b is a p by m matrix of rank m and g is a univariate standard normal distribution. So this is the definition. അപ്പം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. അപ്പം പ്രൂവ് ചെയ്യുമ്പം എന്താണ്, ഇതൊരു if and only if കണ്ടീഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു if and only if നെസസറിയും സഫിഷ്യൻറ്റ് പാർട്ടും ഉള്ള ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ അതാണ് നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് എഴുതാൻ പറ്റുക. സോ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ്. പ്രൂവ് ചെയ്യുമ്പം നെസസറി പാർട്ടുണ്ട്, സഫിഷ്യൻറ്റ് പാർട്ടും ഉണ്ട്. ഓക്കെ, ഇതാണ് നെസസറി പാർട്ട്. യു ഫോളോസ് multivariate normal distribution. We have to show that u can be written as mu plus bg. അപ്പം ഡെഫിനിഷനിൽ ഒരു കറക്ഷൻ ഉണ്ട്. ജി എന്ന് പറഞ്ഞാൽ യൂണിവേരിയേറ്റ് നോർമൽ അല്ല. ഓക്കെ, എം ഡയമെൻഷണൽ മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, എം വേരിയേറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ബി എന്ന് പറയുന്നത് ഒരു പി ബൈ എം മെട്രിക്സ് ആണ്, where p greater than m and b is of rank m and also the rank of sigma is m. ഇവിടെ നമ്മളൊരു റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇഫ് എ ഈസ് എ നോൺ നെഗറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് റാങ്ക് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ഓർഡർ. Okay, rank is less than its order n, then there exists a non-singular transformation x equal to by. എന്താണ് x equal to by such that x transpose ax equal to y1 square plus y2 square plus etc plus yr square. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിഗ്മ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു നോൺ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. ആൻഡ് ഓൾസോ ഹിയർ ഗിവൺ ദാറ്റ് ദ റാങ്ക് ഓഫ് സിഗ്മ ഈസ് എം വിച്ച് ഈസ് ലെസ് ദാൻ പി. Okay, rank is less than p. So there exists a non-singular transformation and hence we can write t dash sigma t equal to b1t whole square. അപ്പം y1 ന് പകരം b1t, y2 ന് പകരം b2t, ഓക്കെ, yr ന് പകരം bmt. ഇവിടെ m ആണ് റാങ്ക് വന്നിരിക്കുന്നത്. സോ bmt ദ ഹോൾ സ്ക്വയർ. ഇവിടെ ബി ഡാഷ് സിഗ്മ ബി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന റിസൾട്ട്. അപ്പം ടി ഡാഷ് സിഗ്മ ടിക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ടി ഡാഷ് എന്താണ് ബി ഡാഷ് ടി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നോൺ സിംഗുലർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ സിഗ്മ ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻറ്റു ബി ഡാഷ്. ഓക്കെ, അപ്പം സിഗ്മ എന്ന് പറയുന്നത് ബി ഇൻറ്റു ബി ഡാഷ്. നമ്മൾ കാണിക്കേണ്ടത് യു ഫോളോസ് മൾട്ടിവേരിയേറ്റ് നോർമൽ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ടിൽ എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഡെഫിനിഷനിൽ യു ആയതുകൊണ്ടാണ് യു എന്ന് പറയുന്ന റാൻഡം വെക്ടറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം യുവിന് മൾട്ടിവേരിയേറ്റ് നോർമൽ ആണെന്ന് കാണിക്കണം. അപ്പം യുവിന് മൾട്ടിവേരിയേറ്റ് നോർമൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ടി ഡാഷ് യുവിന് യൂണിവേരിയേറ്റ് നോർമൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ടി ഡാഷ് യു യൂണിവേരിയേറ്റ് നോർമൽ ആണെങ്കിൽ യു മൾട്ടിവേരിയേറ്റ് നോർമൽ ആയിരിക്കും അതിൻ്റെ ഈ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ട് വെച്ചിട്ട്. അപ്പോൾ ടി ഡാഷ് യുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ യു എന്ന് പറയുന്നത് മ്യൂ പ്ലസ് ബി ജി ആണ്. സോ ടി ഡാഷ് യു എന്താണ്? ടി ഡാഷ് മ്യൂ പ്ലസ് ടി ഡാഷ് പി ജി അല്ലേ. അപ്പം ജി എന്ന് പറയുന്നത് എം വേരിയേറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഡാഷ് ബി ജിയുടെ ഡിസ്ട്രിബ്യൂഷൻ, അപ്പം ടി ഡാഷ് മ്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ, മ്യൂ ഒരു മീൻ വെക്ടർ ആയതുകൊണ്ട്. അപ്പം ജി എന്ന് പറയുന്നത് റാൻഡം വെക്ടർ ആണ്. സോ ടി ഡാഷ് ബി ജിയുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. അപ്പം ടി ഡാഷ് ബി ജി നോക്കിക്കുക, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡാഷ് ടി ദ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു ജി. അപ്പം അതൊരു ജിയുടെ ലീനിയർ കോമ്പിനേഷൻ, ജിയുടെ കമ്പോണൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് മാറി. അപ്പം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? യൂണിവേരിയേറ്റ് നോർമൽ. അപ്പം വിത്ത് പാരാമീറ്റേഴ്സ് മീൻ വെക്ടർ എന്താണ്? മീൻ വാല്യൂ 0. വേരിയൻസ് എന്താണ്? ടി ഡാഷ് സിഗ്മ ടി വരും. അപ്പം ഇവിടുത്തെ ടി എന്താണ്? ബി ഡാഷ് ടി. അപ്പം ബി ഡാഷ് ടി ഡാഷ് എന്താണ്? ടി ഡാഷ് ബി. സിഗ്മ എന്താണ്? ഐ എം ടി ബി ഡാഷ് ടി. ഓക്കെ, അപ്പം ടി ഡാഷ് ബി ബി ഡാഷ് ടി ആ ഒരു ഫോമിലാണ് ജിയുടെ വേരിയൻസ് വരിക. സോ നമുക്ക് എന്ത് കിട്ടി? ടി ഡാഷ് ബി ജി ഫോളോസ് നോർമൽ distribution with the mean 0 and variance t dash b b dash t. അപ്പോൾ b b dash എന്ന് പറയുന്നത് സിഗ്മ ആണ്, ദാറ്റ് ഈസ് t dash sigma t. So
ടി ഡാഷ് മ്യൂ പ്ലസ് ടി ഡാഷ് ബീജിയോ, അതായത് സ്കെയിൽ ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ദിസ് ഫോളോസ് നോർമൽ യൂണിവേരിയേറ്റ് നോർമൽ വിത്ത് മീൻ ടി ഡാഷ് മ്യൂ ആൻഡ് വേരിയൻസിൽ വ്യത്യാസമൊന്നും വരത്തില്ല. വേരിയൻസ് എന്താണ്? ടി ഡാഷ് സിഗ്മ ടി വരെ. അതായത് ടി ഡാഷ് യുവിൻ്റെ ആണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്കറിയാം ടി ഡാഷ് യുവിന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ആൻഡ് വേരിയൻസ് ദിസ് ആണെങ്കിൽ യുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് യുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മൾട്ടിവേരിയേറ്റ് നോർമൽ അല്ലേ, പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്റ്റർ മ്യൂ ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ. സോ നമ്മൾ ഇതിൻ്റെ നെസസറി പാർട്ട് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കുള്ളത് സഫിഷ്യൻറ്റ് പാർട്ടാണ്. അപ്പോൾ സഫിഷ്യൻറ്റ് പാർട്ടിൽ എന്താണ് നമുക്കുള്ള അസംഷനും എന്താണ് പ്രൂവ് ചെയ്യേണ്ടതും? So given that U follows P variate normal with the mean vector mu and dispersion matrix sigma with the rank M. Then show that U can be written as mu plus Bg, where B is a P by M matrix of rank M and G is a M variate standard normal distribution. So നമുക്കറിയാം ടി ഡാഷ് സിഗ്മ ടിയെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. B1 dash T the whole square plus B2 dash T the whole square plus etc plus Bm dash T the whole square, where B1, B2 etc Bm are linearly independent vectors. Okay, B എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ അതിലെ കോളം വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ശരിയാണല്ലോ. അപ്പം നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. സോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാനായിട്ട് പറ്റി. സോ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാം ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യു ഈസ് എ കൺവല്യൂഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡൻ്റ് പി ഡയമെൻഷണൽ റാൻഡം വേരിയബിൾസ്. അതായത് m+1 റാൻഡം വേരിയബിൾസിൻ്റെ കൺവല്യൂഷൻ ആണ് യു എന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എഴുതാനായിട്ട് പറ്റുക. അതായത് സോ നമുക്ക് യുവിന് യു ഈക്വൽ ടു y0 പ്ലസ് y1 പ്ലസ് എക്സെട്ര പ്ലസ് ym, അതായത് m+1 റാൻഡം വേരിയബിൾസിൻ്റെ കൺവല്യൂഷനായിട്ട്, അതായത് യുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺവല്യൂഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പി ഡയമെൻഷണൽ റാൻഡം വെക്ടേഴ്സ്. അപ്പോൾ അതിൽ y0 എന്ന് പറയുന്നത് മ്യൂവും yk എന്ന് പറയുന്നത് ഫോർ k ഈക്വൽ ടു 1 to etc m, yk എന്ന് പറയുന്നത് gk bk എന്നും എഴുതാം. അതായത് യുവിനെ എങ്ങനെ എഴുതാം? യു ഈക്വൽ ടു മ്യൂ പ്ലസ് ബി ജി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫിൽ വളരെ സംശയം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട, ഈ ഒരു പ്രൂഫ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? സിഗ്മയെ നമുക്ക് ആ ഒരു ഫോമിൽ, മറ്റേ റിസൾട്ട് ഉപയോഗിച്ച് ആ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് യു എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ ഒരു കൺവല്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് എഴുതാൻ പറ്റും. സോ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻസ് ആവശ്യമാണ്. സോ ഈ ഒരു പ്രൂഫ് ഇതിൻ്റെ ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് വെച്ചിട്ട് ഇത് പഠിച്ചു വയ്ക്കാം. അപ്പം എന്താണ് ഡെഫിനിഷൻ 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ പ്രൂഫായിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. അപ്പം നോട്ട്ബുക്കിൽ അതിൻ്റെ പ്രൂവ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷനും ഇതിൻ്റെ ഒരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.